കണ്ണ് മുകളിലേക്ക് ഉയർത്തുക. സദൃശ്യവാക്യം 3:1-10 വരെ. ധ്യാനത്തിനായിട്ട് 6-ാം വാക്യം. നിൻ്റെ എല്ലാ വഴികളിലും അവനെ നനച്ചുകൊള്ളുക, അവൻ നിൻ്റെ പാതകളെ നേരെയാക്കും. മുമ്പേ നടക്ക മേലോട്ട് ലക്ഷ്യം നോക്കി. ഒരു ഭക്ത ഗായകൻ്റെ പാട്ടിലെ 2 വരികളാണിത്. മേലോട്ട് നോക്കി നടക്കുകയോ തട്ടി വീഴുകയില്ലേ എന്ന് ചിലർ ചോദിച്ചേക്കാം. ശരിയാണ്, യുക്തിക്ക് നിരക്കാത്ത കാര്യമാണത്. ബാഹ്യനേത്രങ്ങൾ കൊണ്ട് നോക്കുവാനല്ല ആ ഗാനരചയിതാവ് പറയുന്നത്. പ്രത്യുത അന്തർനേത്രങ്ങൾ മുകളിലേക്ക് ഉയർത്തണം എന്നാണ് അദ്ദേഹം പറയുന്നതിൻ്റെ സാരം. മുകളിൽ എന്തുണ്ട്, എന്തിനെയാണ് ലക്ഷ്യമാക്കേണ്ടത് എന്ന് അല്ലേ സൂര്യ ചന്ദ്ര ആദികളെയും നക്ഷത്ര സമൂഹങ്ങളെയും ആദിമനുഷ്യൻ അത്ഭുതം കൊണ്ട് വികസിച്ച കണ്ണുകളോടെ നോക്കി. അഖിലാണ്ടത്തിലെ സകല ജീവജാലങ്ങൾക്കും ചൂടും വെളിച്ചവും പകരുന്ന സൂര്യനെ അവർ ആരാധിച്ചു. കാലാന്തരത്തിൽ അഗ്നി, കാറ്റ് മുതലായ പ്രകൃതി ശക്തികളെയും അവർ ആരാധിച്ചു തുടങ്ങി. ഇങ്ങനെ പ്രാകൃത മനുഷ്യൻ്റെ ഈശ്വര ദർശനത്തിൽ പല പരിണാമങ്ങളും ഉണ്ടായി. ഈശ്വര സ്വഭാവത്തെ മനുഷ്യരാശിക്ക് വെളിപ്പെടുത്തി കൊടുത്ത അവതാര പുരുഷന്മാരിൽ കൂടി ഈശ്വരനെക്കുറിച്ച് വിവിധ ദർശനങ്ങൾ ഉൾക്കൊണ്ട മനുഷ്യരും ദൈവത്തെ അനുസ്മരിക്കുമ്പോൾ പെട്ടെന്ന് ദൃഷ്ടികൾ മുകളിലേക്ക് ഉയർത്തുന്നു. അപ്പോൾ ദൈവം മുകളിലാണോ ഇരിക്കുന്നത്? ചില തത്വചിന്തകർ ചോദിച്ചെന്ന് വരാം. വാനമണ്ഡലത്തെക്കുറിച്ചും പ്രപഞ്ചഘടനയെക്കുറിച്ചും പഠിച്ചിട്ടുള്ള ശാസ്ത്രജ്ഞന്മാർക്ക് ഇത് വെറും ബാലിശ്യമായ ഒരു സങ്കല്പമായി തോന്നാം. ആകാശവിധാനത്തിന് മുകളിൽ സ്വർഗം സ്ഥിതി ചെയ്യുന്നു എന്നും 1000 മാലാഖമാരാൽ പരിസേവിതനായി ദൈവം അവിടെ സിംഹാസനാരൂഢനായിരിക്കുന്നുവെന്നും വിശ്വസിക്കുന്നവരുണ്ട്. ഈ വിശ്വാസത്തെ ശാസ്ത്രലോകം ചോദ്യം ചെയ്തെന്ന് വരാം. കാര്യം എന്തുതന്നെയായാലും സർവശക്തനും സർവവ്യാപിയുമായ ദൈവം എല്ലാറ്റിനെയും നയിക്കുകയും നിയന്ത്രിക്കുകയും ചെയ്യുന്നു എന്ന നിത്യസത്യത്തെ നിഷേധിക്കുന്നവർ വിരളമാണ്. യുക്തിവാദികളെന്ന് വിളിക്കപ്പെടുന്ന അക്കൂട്ടരെ നീക്കി നിർത്തിയാൽ എല്ലാ മനുഷ്യരിലും ഈശ്വരബോധം അന്തർലീനമായിരിക്കുന്നു എന്ന് കാണാം. അതിൻ്റെ അളവിൽ മാത്രമേ വ്യത്യാസമുണ്ടായിരിക്കുകയുള്ളൂ. എന്നാൽ പരിഷ്കൃത മനുഷ്യനെ ദൈവവിശ്വാസികൾക്കും അല്ലാത്തവർക്കും ദൈവത്തിലേക്ക് ദൃഷ്ടി ഉയർത്തുവാൻ സമയമില്ല. സമ്പൽ സമൃദ്ധിയും ഉന്നതമായ ഉദ്യോഗ സൗകര്യങ്ങളും ബിസിനസ്സിൽ പുരോഗതിയും ഇഷ്ടംപോലെ പണവും ഉണ്ടാകുമ്പോൾ നമ്മുടെ ദൃഷ്ടികൾ താഴേക്ക് തന്നെയല്ലേ ഉറപ്പിക്കാറുള്ളത്? എന്നാൽ ദുഃഖത്തിൻ്റെയും വേദനയുടെയും അത്യാഹിതങ്ങളുടെയും ആഘാതങ്ങൾ ഏൽക്കേണ്ടി വരുമ്പോൾ ആരുടെയും പ്രേരണ കൂടാതെ നാം ദൃഷ്ടി മേലോട്ടുയർത്തുന്നു. ഒരു ക്രിസ്ത്യൻ ആനുകൂലിക പ്രസിദ്ധീകരണത്തിൽ ചേർത്തിരുന്ന കഥ ഈ യാഥാർത്ഥ്യത്തെ വിശദീകരിക്കുന്നു. ഒരിക്കൽ ഒരു കൽപ്പണിക്കാരൻ വളരെ ഉയരമുള്ള ഒരു കെട്ടിടത്തിൻ്റെ മുകളിലിരുന്ന് പണിയുകയായിരുന്നു. അയാൾക്ക് എന്തോ ഒരു വിവരം താഴെയുള്ള ഒരാളിനെ അറിയിക്കണം. അയാൾ ഉച്ചത്തിൽ വിളിച്ചു നോക്കി. പക്ഷേ നഗരത്തിലെ കലപില ശബ്ദങ്ങൾ അയാളുടെ ശബ്ദം ലയിച്ചുപോയി. നിരവധി ആളുകൾ താഴെയുള്ള നിരത്തിൽ കൂടി നീങ്ങിക്കൊണ്ടിരുന്നു. അവരിൽ ഒരാളിൻ്റെ മുന്നിലേക്ക് അയാൾ ഒരു നാണയത്തൊട്ടിട്ട് കൊടുത്തു. ആ പഥികൻ അതെടുത്ത് തിരിച്ചും മറിച്ചു നോക്കിയ ശേഷം പോക്കറ്റിലിട്ട് മുന്നോട്ട് പോയി. വീണ്ടും ഒരു നാണയം കൂടി ഇട്ടു. അയാളും മുകളിലേക്ക് നോക്കാതെ ആ നാണയം എടുത്തുകൊണ്ട് മുന്നോട്ട് പോയി. ഒടുവിൽ ആ കൽപ്പണിക്കാരൻ ഒരു ചെറിയ കല്ലെടുത്ത് താഴേക്കിട്ടു. അതൊരു വഴിപോക്കറ്റ് തലയിൽ പതിച്ചു. അയാൾ പെട്ടെന്ന് മുകളിലേക്ക് നോക്കി. കൽപ്പണിക്കാരൻ തനിക്ക് അറിയിക്കുവാനുള്ള വിവരം എഴുതിയ തുണ്ടുകടലാസ് താഴേക്കിട്ട് കൊടുക്കുകയും ചെയ്തു. ഇതുപോലെ ചില വേദനകളോ വ്യതകളോ ആകുന്ന ചെറിയ കല്ലുകൾ മുകളിലേക്ക് നോക്കുവാൻ നമ്മെ പ്രേരിപ്പിക്കാറുണ്ട്. അപ്പോൾ നമ്മെ അറിയിക്കുവാനുള്ള സന്ദേശം ദൈവം നമ്മെ അറിയിക്കുകയും ചെയ്യും. ഓർക്കണമേ, ജീവിതം പ്രതീക്ഷയും പ്രതീക്ഷ ജീവിതവുമാണ്. ഇയ്യോബ് 12:9. യഹോവയുടെ കൈ ഇത് പ്രവർത്തിച്ചിരിക്കുന്നു എന്ന് ഇവയെല്ലാം കൊണ്ടും ഗ്രഹിക്കാത്തവൻ ആർ? ദൈവം അനുഗ്രഹിക്കട്ടെ. പ്രാർത്ഥനയോടെ കർത്തൃശുശ്രൂഷയിൽ എളിയ ദാസൻ.